നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടിയിട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് വന്ന് നിൽക്കുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ട്രോപ്പിക്കൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇതാണ് ഗേറ്റിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷ് ആണ് ഗേറ്റിൽ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് GI പൈപ്പിൽ വുഡൻ ഗ്രെയിൻസുകൾ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. മുകളിലൊരു ഗോപുരം സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. കേരള സ്റ്റൈൽ ട്രോപ്പിക്കൽ വീടുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഹൈറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. വലിയ വണ്ടികൾക്കൊക്കെ വീടിനകത്തേക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഗോപുരം സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ആർക്കിടെക്ട്സുകളെയും ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് ജൂഡ്സ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പ്രീമിയം ആംബിയൻസിലാണ് ചെയ്തിട്ടുള്ളത് വാബി സാബി ഇൻറ്റീരിയേഴ്സ് ആണ്. അവരുടെ പ്രൊജക്റ്റ് മുമ്പ് നമ്മുടെ മൈ ബെറ്റർ ഹോം ചാനലിൽ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഇൻറ്റീരിയേഴ്സ് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് ചെയ്തു തരുന്ന സ്ഥാപനമാണ് വാബി സാബി ഇൻറ്റീരിയേഴ്സ്. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീടിനകത്തേക്ക് പോകാം. വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ റൂഫിംഗ് സിസ്റ്റമാണ് വീടിന് നൽകിയിരിക്കുന്നത്. അതിൽ വിരിച്ചിരിക്കുന്നത് മുഴുവൻ ഓടാണ്. ഈ ഒരു വീട് മുഴുവനായിട്ടും ഒരു നിലയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസിംഗ് ഒക്കെ നൽകിയിരിക്കുന്നത്. 2 കാർ പാർക്കിംഗ് സ്പേസുകളാണ് വീടിനുള്ളത്. ഒരു പാർക്കിംഗ് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്, മറ്റൊന്ന് വരുന്നത് ആ ഭാഗത്താണ്. ഇതൊരു ഗ്യാരേജ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് റോളിംഗ് ഷട്ടേഴ്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഷട്ടേഴ്സ് താഴ്ത്തിയിട്ട് ഈ ഒരു ഭാഗം ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ നേരെ മുകളിൽ ഒരു ഔട്ട് ഹൗസ് സിസ്റ്റം മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെക്യൂരിറ്റിയുടെ ആളുകൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെറുതെ മുറ്റത്തോട് നടക്കാൻ പോലും എന്തൊരു ഭംഗിയാണെന്നറിയാം. ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട് കുറച്ച് ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ തറയൊക്കെ വരുന്നത് കുറച്ച് ഹൈറ്റ് കൂടിയ ഭാഗത്താണ്. അവിടേക്കുള്ള മണ്ണ് കട്ട് ചെയ്ത് നീക്കാതെ ഇതേപോലെ സ്റ്റെപ്പുകൾ കൊടുത്താണ് ആ ഒരു ലെവൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനും സ്ട്രക്ചർ ഡിസൈനും ചെയ്തിരിക്കുന്നത് ജൂഡ്സ് ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. പ്രീമിയം ഇൻറ്റീരിയർ ആണ് അകത്ത് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഡിസൈനും അതിൻ്റെ എക്സിക്യൂഷനും ചെയ്തിരിക്കുന്നത് വാബി സാബി ഇൻറ്റീരിയേഴ്സ് ആണ്. വാബി സാബി ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ മുമ്പ് നമ്മൾ മൈ ബെറ്റർ ഹോമിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മനോഹരമായിട്ട് റെപ്യൂട്ടഡ് ആയിട്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കാൻ പറ്റുന്നൊരു കമ്പനിയാണ് വാബി സാബി ഇൻറ്റീരിയേഴ്സ്. അവരിവിടെ ചെയ്തിരിക്കുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഇതാണ് ഈ വീട്ടിലെ സിറ്റ് ഔട്ട്. 2 എൻട്രൻസ് ആണ് സിറ്റ് ഔട്ടിനുള്ളത്. ഒന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി ഇതിലേ വരാൻ സാധിക്കും. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു പോട്ട്, അതിൽ പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഭാഗത്താണ്. ഇവിടെ കാർ പോർച്ച് സ്പേസ് നൽകുന്നു. കാർ പോർച്ചിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് സിറ്റ് ഔട്ടിനകത്തേക്ക് കയറി വരാനും സാധിക്കും. സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിലേക്ക് വരുന്ന സമയത്ത് വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ വുഡൻ സീലിംഗ് ആണ് സീലിംഗിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു ഷൂ റാക്ക് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിതാ ഇങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് ഷൂസൊക്കെ ഇതിനകത്തേക്ക് ഹോൾഡ് ചെയ്യാനുള്ള സൗകര്യം, സ്റ്റോറേജ് സ്പേസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഒരു ഡബിൾ ഡോർ ആയിട്ടാണ് ഫ്രണ്ട് ഡോറിൻ്റെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഒരു ഡിസൈനാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. വളരെ വലിയ സൈസുള്ള തേക്ക് മരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും ഇതേപോലെ ഗ്ലാസ് ഓപ്പണിംഗ് നൽകിയിട്ട് ഒരു ഡോർക്കം വിൻഡോ സെറ്റപ്പിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് എൻ്റെ ഓഫീസ് സ്പേസ് നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറാതെ തന്നെ ഓഫീസ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് റിയലി അമേസിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഇൻറ്റീരിയർ ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെ മനോഹരമായിട്ടുള്ളൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കോർട്ട്യാർഡ് സ്പേസിലേക്ക് നമുക്ക് ആക്സസ് ലഭിക്കും. ഇതിലൂടെ നമുക്ക് ഇറങ്ങാൻ സാധിക്കും. സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ സ്ലൈഡിംഗ് നൽകിയിരിക്കുന്നു. ഇതേപോലെ നമുക്ക് ആ കോർട്ട്യാർഡിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ റൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാറ്റും വെളിച്ചവും മഴയും ഒക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഡയറക്റ്റ് എത്തുന്ന രീതിയിൽ നടുവിലൊരു ഫൗണ്ടെയിൻ ഒക്കെ നൽകിയിട്ട് മനോഹരമായിട്ട് ആംബിയൻസോടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ നമ്മളെ ആകർഷിക്കുന്നത്. ആക്ച്വലി ഇതൊരു സെൻട്രൽ കോർട്ട്യാർഡ് ആണ്. വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആക്സസ് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് വരുന്നത്. എൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നത് ഹൗസ് ഓണറുടെ ഓഫീസ് സ്പേസ് ആണ്. അവിടുന്ന് കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള ആക്സസ് ഉണ്ട്, വിസിബിലിറ്റി ലഭിക്കുന്നുണ്ട്. നേരെ ബാക്ക് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത്. അവിടെ നിന്നും ആക്സസും വിസിബിലിറ്റിയും ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് നടക്കും. നേരെ ഓഫ് കോഴ്സ് നമ്മുടെ ഫോയർ സ്പേസിൽ നിന്നും കോമൺ ലിവിംഗ് സ്പേസിൽ നിന്നും നമുക്ക് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് ആക്സസ് നൽകിയിട്ടുണ്ട്.
കോർട്ട്യാർഡ് കണ്ടപ്പം പെട്ടെന്ന് അങ്ങോട്ട് അട്രാക്റ്റഡ് ആയതാണ്. നമുക്ക് 1 by 1 ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെയുള്ള പോട്ടുകൾ വീടിൻ്റെ പല സ്ഥലത്തും കാണാൻ സാധിക്കും. അതിലൊക്കെ നാച്ചുറൽ പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോയർ സ്പേസിൻ്റെ സീലിംഗ് സ്പേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാൻഡിയർ ലൈറ്റും ചാർക്കോൾ പാനൽ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. 2 ലിവിങ് സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇതാണ് ഫോർമൽ ലിവിങ് സ്പേസ്. നമുക്ക് ആദ്യം ഈ ഒരു സ്പേസ് ഒന്ന് കാണാം. 4 മീറ്റർ ആണ് ഇവിടെ നീളം വരുന്നത്, 3.90 ആണ് വീതിയും വരുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഫേർണിച്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ ഫേർണിച്ചേഴ്സ് ആണെങ്കിലും ഒരു ചെറിയ പോർഷൻ ലൈറ്റ് ആണെങ്കിലും പോലും ഹെവി ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ബെസ്റ്റ് ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ ചെയ്തിരിക്കുന്നു. ഈ റൂമിന്റെ സൈസിനനുസരിച്ചിട്ടാണ് ആ ഒരു സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡ് വാള് ഫുള്ളായിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളറിൽ പാനലിംഗ് ചെയ്തിരിക്കുന്നത്. സെയിം ഫിനിഷ് നമുക്ക് നേരെ റൂഫിൽ, സീലിംഗിലും കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് ലാമിനേറ്റ് ആണ് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത്. വാളിൽ കൊടുത്തിരിക്കുന്നത് ചാർക്കോൾ പാനൽസ് ആണ്. ഫോർമൽ ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു ഓഫീസ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഹൗസ് ഓണർ സാറ് നാട്ടിലായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഓപ്പണിങ്സ് നൽകിയിരിക്കുന്ന നോക്കൂ, വിൻഡോസ് 3 ഭാഗത്ത് നൽകിയിരിക്കുകയാണ്. ഫുള്ളായിട്ട് കേർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. കേർട്ടൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആ ഒരു നേച്ചറിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇവിടെ ഒരു ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ലക്ഷറി ഫീല് കിട്ടുന്ന രീതിയിൽ കോർട്ട്യാർഡ് അടുത്തുണ്ട്. അറ്റ്മോസ്ഫിയറിലേക്കുള്ള വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസ് സ്പേസ് ആണിത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫാമിലി ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗത്താണ് ഫാമിലി ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് ആണ് ഫാമിലി ലിവിങ് സ്പേസിന് നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ ഫിനിഷ് ആണ് വാളിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മിറർ പോർഷൻ നൽകിയിരിക്കുന്നു. ഈ ഒരു പാനലിങ്ങിൻ്റെ ഇടയിലൊക്കെ ലൈറ്റിംഗ് ഓറ സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ആ ഒരു ഭാഗം എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ് സഹായിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻട്രൊഡ്യൂസിങ് വാബി സാബി ഇന്റീരിയേഴ്സ്. ഷിയാസ്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിനു മുമ്പ് മൈ ബെറ്റർ ഹോമിൽ നിങ്ങൾ ഈ ഒരു ഫേസ് കണ്ടിട്ടുണ്ടാവും. വാബി സാബി ഇന്റീരിയേഴ്സിന്റെ CEO ആണ് ഇദ്ദേഹം. വെൽക്കം ബാക്ക് ടു മൈ ബെറ്റർ ഹോം. താങ്ക് യു. നമ്മൾ മുന്നേ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി ഒരു ഡബിൾ ഇമ്പാക്റ്റ് ഉള്ള ഒരു പ്രീമിയം ടൈപ്പ് പ്രൊജക്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു ബ്രീഫ് ഓഡിയൻസിന് വേണ്ടി പെട്ടെന്ന് കൊടുക്കും. ഓക്കെ, അത് ആക്ച്വലി ഇതൊരു 1 year മുൻപ് നമ്മൾ പ്രൊജക്ട് കംപ്ലീഷൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. 1 വർഷമായി ഈ പ്രൊജക്ട്. 1 വർഷമായി ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ സാറ് ചെറിയ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫാമിലിയായിട്ട് വീണ്ടും വന്നത്. പിന്നെ നമ്മൾ ഈ പ്രൊജക്റ്റ് നമ്മളിലോട്ട് എത്തി. സാർ 100% നമുക്ക് ഫ്രീഡം തന്നിട്ടുള്ള, നമ്മുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഡിസൈനിങ്ങിൽ ഫസ്റ്റ് ഔട്ട് ഞങ്ങൾ കൊടുത്ത മുതൽ പിന്നെ സാറ് കാര്യമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. 2-3 കാര്യങ്ങളാണ് സാറിനുണ്ടായിരുന്നത്. ഒന്ന് പ്രീമിയം ആയിരിക്കണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം, വർക്ക് ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളായിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയൊരു സ്വിച്ച് ആണെങ്കിൽ പോലും അത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സുകൾ മാത്രമേ നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അത് ഓൾ ഓവർ ആ പ്രൊജക്റ്റിന്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ ആ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. യെസ്. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഓഫീസ് എവിടെയാണ്, നിങ്ങളുടെ നാട് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന്. എൻ്റെ പേര് ഷിയാസ് മുഹമ്മദ്. ഞാൻ വടക്കാഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് നമ്മുടെ തൃശ്ശൂർകാരനാണ്. തൃശ്ശൂരിലാണ് നമ്മുടെ ഓഫീസും ഫാക്ടറിയും വരുന്നത്. വർക്ക് നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ കേരള ചെയ്യും. കേരളത്തിന്റെ പുറത്ത് ബാംഗ്ലൂരോ കോയമ്പത്തൂരൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തു കൊടുക്കും. ബാംഗ്ലൂർ ഇപ്പോൾ നമ്മളൊരു പ്രൊജക്ട് ഓൺ ആയിട്ടുണ്ട്, ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡൈനിങ് സ്പേസിൽ ഒരു ലക്ഷറി ഡൈനിങ് ആണ് നൽകിയിരിക്കുന്നത്. ഒരേ സമയത്ത് 9 പേർക്ക് 10 പേർക്ക് ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ടേബിൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. ശരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റുകളൊക്കെ ഈ ഒരു ലക്ഷറി കാറ്റഗറിയിൽ മാത്രമാണോ ചെയ്യുന്നത്, അല്ല വേറൊരു സ്റ്റൈലിൽ ചെയ്യണം? ഒരു സ്കാൻഡിനേവിയൻ സ്റ്റൈലോ ബൊഹീമിയനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാബി സാബി ഇന്റീരിയേഴ്സ് അങ്ങനെ ഒരു സ്റ്റൈൽ തന്നെ ഉണ്ട് അല്ലേ? നിങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെ ഒരു സ്റ്റൈൽ ഉണ്ട്. ആ ഒരു സ്റ്റൈലിലോ അങ്ങനെ ഡിഫറെന്റ് പാറ്റേണുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. നമ്മുടെ വർക്കിലെ ചെറിയ പ്രൊജക്ട് അങ്ങനെയല്ല, എല്ലാ പ്രൊജക്ടുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും വലിയ പ്രൊജക്ടുകൾ നമ്മളുടെ അടുത്ത് എത്തുന്നത് ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സർവീസിന്റെ റെപ്യൂട്ടേഷൻ അത് വലിയൊരു ഫാക്ടറാണ്. തീർച്ചയായും. മാത്രമല്ല, ഇദ്ദേഹം സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന വർക്കുകളുടെ ഒക്കെ ഡീറ്റെയിൽസ്, ക്ലയന്റിന്റെ ഒക്കെ റെസ്പോൺസ് ഒക്കെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അതിൽ നിങ്ങൾ എൻഷുർ ചെയ്യുന്ന ക്വാളിറ്റി കൂടെ
അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് നല്ല പ്രൊജക്റ്റുകൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ കൊമേഴ്ഷ്യൽ സ്പേസ്, റെസിഡൻഷ്യൽ സ്പേസ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് റെസിഡൻഷ്യൽ മാത്രമേ എടുക്കൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ മെയിൻലി നമ്മൾ എടുക്കുന്നത് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യലാണ്. അതിൽ ഫ്ലാറ്റുകളും വരാം, കൂടുതലും വീടുകൾ തന്നെയാണ്. നമ്മൾ ഡിസൈൻ വർക്ക് മാത്രമാണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തരും? ഡിസൈനിങ് കുറവാണ്. ഡിസൈനിങ് മാത്രമായിട്ടല്ല, ഓൾമോസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ഒക്കെ നമ്മൾ തന്നെയാണ് എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഓൺ ഫാക്ടറി ആണ്. അപ്പോൾ ഫാക്ടറിയിൽ ചെയ്ത് സൈറ്റിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുക. ഇവരുടെ ഫാക്ടറിയിൽ ഞാൻ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വലുകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചും തരാവുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഇന്റീരിയറിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങളുടെ സാധനങ്ങളായിരിക്കും കസ്റ്റമൈസ്ഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനി തന്നെയായിരിക്കും ആ ഫർണിച്ചേഴ്സ് ഒക്കെ ചെയ്യാം. എങ്കിലായിരിക്കും നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഫിനിഷിംഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പം നമ്മൾ 3D ചെയ്ത് കഴിഞ്ഞാൽ ആ 3Dയുടെ ഔട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ക്ലയന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റിയെങ്കിൽ എക്സാക്ട് 3D തന്നെ ആയിരിക്കും നമ്മുടെ ഔട്ട്. അപ്പോൾ എത്രത്തോളം കണ്ണിങ് ആയിട്ടാണ് അവർ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ബാക്കി നമുക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. ഡൈനിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത് 10 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. തേക്ക് മരത്തിലാണ് ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് ക്വാഡ്സ് ആണ്. ഈ സെയിം ക്വാഡ്സ് മെറ്റീരിയൽ ആണ് നമുക്ക് ഈ സെർവിങ് ടേബിളിലും കാണാൻ സാധിക്കുന്നത്. ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ഷാൻലിയർ ലൈറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് ഗ്ലോസി ഫിനിഷ് ലാമിനേറ്റ് ആണ് സീലിങ്ങിന് നൽകിയിരിക്കുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സീലിംഗ് സഹായിക്കുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വാഷ് ഏരിയക്ക് നൽകിയിരിക്കുന്നത്. ഡബിൾ ബേസിൻസ് ഇവിടെ നൽകിയിരിക്കുന്നു. അതേപോലെ വാളിൽ നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫ്ലൂട്ടഡ് ഡിസൈൻ ആണ്. ബാക്ക് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഫുഡ് സെർവിങ് കൗണ്ടർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ആർക്ക് ഷേപ്പിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ലാമിനേറ്റ്സിൽ ഇതേ രീതിയിലുള്ള ഗ്രൂസ് നൽകിയിട്ട് ആ ഒരു മിനിമൽ സ്റ്റൈൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഇൻറ്റീരിയറിനോട് നല്ല രീതിയിൽ മാച്ച് ആവുന്ന ഷേപ്പാണ് ഈ ഒരു കൗണ്ടറിന് നൽകിയിരിക്കുന്നത്. ഇതോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് യൂണിറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് അതിന് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് യൂണിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫോമൽ കിച്ചൺ ഒന്ന് കാണാം. ഈ ഒരു സ്പേസിലൂടെയാണ് ഈ വീടിൻ്റെ ഫോമൽ കിച്ചണിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. എൻ്റെ പുറകിൽ കാണുന്ന ഭാഗമാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ്. അക്രിലിക്കിൽ ചെയ്തിട്ടുള്ള ഒരു കിഡു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് കാണാം. ശരിക്കും ഒരു ക്ലാസി മോഡുലാർ കിച്ചൺ ആണ് ഈ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അക്രിലിക്കും ഫ്ലൂട്ടഡ് ഗ്ലാസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഐലൻഡ് ടേബിൾ നൽകിയിരിക്കുന്നു. കോഡ്സിൽ ചെയ്തിരിക്കുന്ന ഒരു കിഡു ഐലൻഡ് ടേബിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ശരിക്കും ഒരു വാവ് ഫീൽ കിട്ടുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നോക്കൂ. പെൻഡൻ ലൈറ്റ്സ് എന്നാണ് ഇത്തരം ലൈറ്റ്സിനെ പറയാം. നല്ല ഭംഗിയുള്ള ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ മുകളിൽ കാണുന്ന യൂണിറ്റ് ആക്ച്വലി ചിമ്മിയാണ്. ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തടസ്സമായിട്ട് നിൽക്കാതെ മുകളിൽ തന്നെ സർഫസിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചിമ്മിയാണ് നൽകിയിരിക്കുന്നത്. ഹാഫ്ലെ എന്ന് പറയുന്ന കമ്പനിയിലാണ് അത്തരത്തിലുള്ള ചിമ്മിനി വരുന്നത്. ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം കോസ്റ്റും വരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. അതിങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു ടോൾ യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ ഓവൻ സ്പേസ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്നത് ഇൻബിൽട്ട് റെഫ്രിജറേറ്റർ ആണ്. അതായത് ഫ്രിഡ്ജ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫ്രിഡ്ജായി മാറി. നേരെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടോൾ യൂണിറ്റ് ആണെന്ന് മാത്രമേ ആർക്കും തോന്നുള്ളൂ. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് കിച്ചൺ ആക്സസ് ചെയ്യാനുള്ള ഒരു ഡോർ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ള നമുക്കൊരു എക്സ്പീരിയൻസ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗവും റൂഫ് ഓപ്പൺ ആക്കിയിട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ കിച്ചണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് സഹായിക്കുന്നുണ്ട്. നല്ല പച്ചപ്പ്, വേർട്ടിക്കൽ ഗാർഡൻസ് ഒക്കെ ഇതേപോലെ മുകളിൽ നിന്ന് ടെറസിനകത്തും താഴോട്ട് നൽകിയിട്ട് നല്ല വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ്. സാധാരണ ഇത്രയും വീടുകൾ ഞങ്ങൾ കണ്ടിട്ട് കിച്ചനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സ്പേസ് കണ്ടിട്ടേയില്ല. ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കാണാം. ഫോമൽ കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ തീമാണ് വർക്ക് ഏരിയ സ്പേസിന് നൽകിയിരിക്കുന്നത്. ഇതൊരു നല്ല കൺസെപ്റ്റ് ആട്ടോ. ഡോർ നൽകുന്ന സമയത്ത് സ്പ്ലിറ്റ് ഡോർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പട്ടികളോ കാര്യങ്ങളോ ഒന്നും വീടിനകത്തേക്ക് ഓടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ലോക്ക് ചെയ്തിടാം. അതേ സമയത്ത് ലൈറ്റ്
വീടിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഭാഗത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അണ്ടർ ക്യാബിനറ്റ്സ് ലൈറ്റ്സ് ഇതേപോലെ നൽകിയിരിക്കുന്നു. നല്ലൊരു വാം ടോൺ കിച്ചൺ നൽകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സ്റ്റൈലാണ്, ഇടയിൽ പാർട്ടീഷൻസ് ഒന്നും നൽകിയിട്ടില്ല. ഈ ഒരു വാളിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. സീലിംഗിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ് നോക്കും, മോഡേൺ ഷാൻലിയർ എന്നാണ് ഇത്തരത്തിലുള്ള ലൈറ്റുകളെ വിളിക്കുക. പണ്ടൊക്കെ നമ്മൾ ഗ്ലാസ് ക്രിസ്റ്റൽസ് നൽകുന്നതിന് പകരം വേറൊരു നൈസ് മെറ്റീരിയൽ ആണ് ഇവിടെ ക്രിസ്റ്റൽസിന് പകരമായിട്ട് ആ ലൈറ്റ്സിൽ നൽകിയിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് നൽകുന്ന ഒരു മോഡേൺ ലൈറ്റാണിത്. ഈ വീടിൻ്റെ സ്പേസ് പ്ലാനിങ് എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതുപോലുള്ള ആംബിയൻ സ്പേസസ് ഒരുപാട് ഈ വീട്ടിൽ കാണാൻ സാധിക്കും. 3 കോർട്ട്യാർഡുകൾ ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. 3 എസ്തെറ്റിക്കലി വെൽ ട്രീറ്റഡ് ആയിട്ടുള്ള കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു TV യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നും കിച്ചൻ്റെ ഭാഗത്തു നിന്നും പ്രെയർ റൂമിൻ്റെ ഭാഗത്തു നിന്നും ആക്സസ് ലഭിക്കുന്ന തരത്തിൽ, ഈവൻ ഈ ഒരു ഭാഗത്ത് ബെഡ്റൂമിൻ്റെ ഭാഗത്തു നിന്നും ആക്സസ് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ റൂമിൽ നിന്നും ഏതെങ്കിലും ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കും അതിൽ നൽകിയിരിക്കുന്ന പ്ലാൻസിലേക്കും ഒക്കെ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രെയർ സ്പേസ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഈ ഒരു ഭാഗത്തൊരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ നേരെ സെപ്പറേറ്റ് ഒരു സ്പേസിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ പ്രെയർ ഏരിയ. വാളില് ചാർക്കോൾ പാനൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രെയർ ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂംസിൻ്റെ ഡിസൈനാണ്. മാസ്റ്റർ ബെഡ്റൂം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം സ്പേസ്. സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റൂം സൈസ് പറയുകയാണെങ്കിൽ 5.2 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്, 4.2 മീറ്റർ വിഡ്ത്തും വരുന്നുണ്ട്. കിങ് സൈസിൽ വരുന്ന ഫുള്ളായിട്ട് ഹെഡ് ബോർഡ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാൾ പാനലിംഗ് ഡിസൈൻസ് ഇത്തരത്തിലുള്ള ഗോൾഡൻ ബീഡിങ് വെച്ചിട്ട് ലക്ഷറി എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു കേർട്ടൻ വാൾ, ഗ്ലാസ് വാൾ നൽകിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിലേക്ക് കണ്ട ആ കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള വ്യൂ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ഓപ്പോസിറ്റ് വാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ലെങ്തി ആയിട്ടുള്ള ഒരു ടേബിളാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസസ് ആണ് അതിൻ്റെ ഷട്ടേഴ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് സ്പേസ്, ഒരു വാക്കിംഗ് വാർഡ്രോബ് ഏരിയ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സ് ഒക്കെ സെൻസർ ലൈറ്റ്സ് ആണ്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ചെയ്യും ഓഫ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. വാർഡ്രോബ്സിൽ ഇതേപോലെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് വാർഡ്രോബ്സിനകത്തൊക്കെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു മോഡേൺ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് സിസ്റ്റമാണ് ഈ വീട്ടിലുള്ളത്. എല്ലാ റൂമിലും നമുക്ക് ഇത്തരത്തിലുള്ള വാക്കിംഗ് വാർഡ്രോബുകൾ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയ. അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റും സ്റ്റോറേജ് സ്പേസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമിലാണ് അത് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റുകളൊക്കെ വളരെ മനോഹരമായിട്ട് കൃത്യമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ വാളിൽ കൊടുത്തിരിക്കുന്ന ടൈല് തന്നെ വളരെ റെയർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു ടൈലാണ്. എംബോസ്ഡ് ടൈപ്പ് ടൈൽ എന്നാണ് ഇത്തരം ടൈലുകളെ വിളിക്കുക. നല്ല സ്പേസ് ഉള്ളൊരു ടോയ്ലറ്റ്. അതിൽ തന്നെ ഗ്ലാസ് ക്യൂബിക്കിൾ ഉപയോഗിച്ചിട്ട് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തമ്മിൽ പരസ്പരം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം ആണ് ഈ കാണുന്ന ബെഡ്റൂം. സൈസ് പറയുകയാണെങ്കിൽ 4.80 ആണ് ഇവിടെ സൈസ്, 4.20 ആണ് ഇവിടെ വിഡ്ത്തും വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. കോട്ടിൻ്റെ ഹെഡ് ബോർഡൊക്കെ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയിലാണ്. വാൾ പാനലിംഗ് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ ലുക്ക് വരുന്ന രീതിയിൽ ഒരു മിറർ അക്രിലിക് ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഇതേപോലെ ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. വുഡൻ ടൈപ്പ് ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഫാനും വുഡൻ ലീഫ് വരുന്ന തരത്തിലുള്ള ഫാനാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡൻ ടച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. സെയിം ടൈപ്പ് ഓഫ് വുഡൻ ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ബുക്ക് ഷെൽഫ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിളും നൽകിയിരിക്കുന്നു. ഒരു ഡാർക്ക് ഗ്രേ ടോൺ ആണ് സ്റ്റഡി ടേബിളിന് യൂസ് ചെയ്തിരിക്കുന്നത്. വാക്കിംഗ് വാർഡ്രോബ് കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതേ രീതിയിൽ നമുക്ക് വാർഡ്രോബ്സ് ഒരു സെമി ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. സോ ബാത്റൂമിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വിറ്റിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു എംബോസ്ഡ് ടൈപ്പ് ടൈലാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷനിൽ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഏരിയ വെച്ചിട്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 4.5 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്, 4.2 മീറ്റർ ആണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയും കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള അപ്ഹോൾസ്റ്ററി വർക്ക് ചെയ്തിട്ടുള്ള ഫാബ്രിക് കവേർഡ് ആയിട്ടുള്ള കോട്ടാണ് നമ്മൾ കാണുന്നത്. വാളിൽ മിറർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഈ ഒരു മിററിൻ്റെ പ്രസൻസ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലൂവേഴ്സ്, അതിനോട് ചേരുന്ന ഹാങ്ങിങ് ലൈറ്റുമാണ് ഈ ഒരു മുറിയിൽ നൽകിയിരിക്കുന്നത്.
വാബി സാബിയുടെ പ്രൊജക്റ്റുകളൊക്കെ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവരുന്ന ടെക്നിക്സുകളും അതിൽ കൊണ്ടുവരുന്ന ഡിസൈൻ ഐഡിയാസും ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു റൂമിലും ഫ്ലോട്ടിംഗ് വാർഡ്രോബാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ വാർഡ്രോബിൻ്റെ ഷട്ടേഴ്സ് എല്ലാം ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ബോർഡർ കൊടുത്തുകൊണ്ട് തന്നെ ഒരു മോഡേൺ ഫീല് ആ ഒരു വാർഡ്രോബ്സിന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഗ്ലാസ് സെപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തേർഡ് ബെഡ്റൂം ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മീഡിയം സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. കുറച്ച് സൈസ് ഈ ബെഡ്റൂമിന് കുറവാണ്. 4.2 മീറ്റർ ആണ് ഇവിടെ നീളം വരുന്നത്. 3.8 മീറ്റർ ആണ് ഇവിടെ വീതി വരുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ പാറ്റേൺസ് ഈ ഒരു വുഡൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിൻഡോസ് കണ്ടോ നിങ്ങൾ? ഒരു കിഡിലം വിൻഡോസ് ആണ്. എസ്റ്റേറ്റ് വിൻഡോസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നോർമൽ നമ്മൾ ചെയ്യാത്ത തരത്തിലുള്ള വിൻഡോസ് ആണ്. ഫുൾ ടൈം ഈ വിൻഡോ നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി ഇടാം. നല്ല രീതിയിലുള്ള കാറ്റ് കോർട്ട്യാർഡ് സ്പേസിൽ നിന്ന് റൂമിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതല്ലേ ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. ഈ ഒരു സാധനം പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്ന് ക്ലോസ് ആവും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഒരു കിഡ് വിൻഡോ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതാണ് ഈ റൂമിൻ്റെ വാർഡ്രോബ് ഡിസൈൻസ്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ ഈ ഭാഗത്താണ്. ടോയ്ലറ്റ് ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ് ദിസ് ഈസ് ദ 4th ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിലും 4.20 ആണ് ഇവിടെ ലെങ്ത് വരുന്നത്. 3.80 ആണ് വിഡ്ത്ത് വരുന്നത്. കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കും, നല്ല ഭംഗിയായിട്ട് ചാർക്കോൾ പാനൽ ചെയ്തിരിക്കുന്നു. വാളിലൊക്കെ ലാമിനേറ്റ് കൊടുത്ത് ഭംഗിയാക്കി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് ഉണ്ട്. ഇതിനകത്താണ് വാർഡ്രോബ് സിസ്റ്റംസും അറ്റാച്ച്ഡ് ടോയ്ലറ്റും എല്ലാം വരുന്നത്. ഓപ്പോസിറ്റ് വാളിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഒരു ഡ്രസ്സിങ് ഏരിയ, ഇവിടെ മിററും അതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ സ്പേസ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമുക്കൊന്ന് കാണാം. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹോം തിയേറ്റർ ആംബിയൻസ് ആണ് ഇവിടെ. അക്കോസ്റ്റിക്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഞാൻ പറയുന്ന സമയത്ത് പോലും എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ അബ്സോർബ് ആവുന്ന രീതിയിലാണ് ഇവിടുത്തെ അക്കോസ്റ്റിക് പാനൽസ് ഒക്കെ വർക്ക് ആവുന്നത്. സൗണ്ട് സിസ്റ്റം അമേസിങ് ആട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള നിർവാഹമില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് വിഷ്വൽ ക്വാളിറ്റി ഒന്നും നിങ്ങളെ കാണിച്ചു തരാൻ നിർവാഹമില്ല. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഹോം തിയേറ്റർ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 ചെയർസ് ആണ് ഇവിടുത്തെ കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. എല്ലാം ഇലക്ട്രിക്കലി റിക്ലൈൻഡ് ആയിട്ടുള്ള ചെയർസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു കിഡിലൻ ആംബിയൻസ് ആണ് ചെയർസിനൊക്കെ നൽകിയിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാനിങ് എല്ലാം ഒരു നിലയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ടെറസ് ഏരിയ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്സ്റ്റെയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ നേരെ വരുന്നത് അപ്സ്റ്റെയർ സ്പേസിലേക്കാണ്. ഈ ഒരു ടെറസ് ശരിക്ക് വേക്കൻ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വീട് പോലെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇവരിപ്പോൾ ചെയ്യുന്നത് ഫാമിലിയുടെ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പേസ് വൃത്തിയായി ടൈലൊക്കെ ഇട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ നല്ല വലിയ ലൈറ്റുകൾ നൽകിയിട്ട് ഫുള്ളായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീട്ടിൽ താമസിക്കുന്ന ഫാമിലിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ശരിക്കും ഈ വീട് വെക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് ചുറ്റുമുള്ള നേച്ചർ കൂടെ വച്ച് പിടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഈ വീട് വെക്കുന്ന സമയത്ത് തന്നെ 48ഓളം ഫ്രൂട്ട്സുകൾ ഈ വീടിൻ്റെ ചുറ്റുമായിട്ട്, ചെറിയ തൈകളല്ല വലിയ മരങ്ങൾ തന്നെ ഇവർ വച്ച് പിടിപ്പിച്ച് ഈ ഒരു ആംബിയൻസിലേക്ക് വീട് കൊണ്ടുവന്നു. ലിബിൻ സാറും കുടുംബമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാറ് കേരളത്തിലൊരു വീട് വയ്ക്കുക എന്ന് പറഞ്ഞാലേ പ്രത്യേകിച്ചും ഒരു NRI ആണെന്ന് കൂടെ ഓർക്കണം. കേരളത്തിൽ വീട് വയ്ക്കുമ്പോൾ അതൊരു വലിയ ഹെഡേക്ക് ആണെന്നാണ് പല ആളുകളും പറയാറുള്ളത്. സാറിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരു പോസിറ്റീവായിരുന്നോ നെഗറ്റീവായിരുന്നോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ പോസിറ്റീവായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത് 365 ഡേയ്സിലായിരുന്നു. നമ്മളിന്ന് ഓരോന്നിനും തിരഞ്ഞെടുത്തത് വൺ ഓഫ് ദ ബെസ്റ്റ് ടീമിനെ ആയിരുന്നു. ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് ജോട്സൺ അസോസിയേറ്റ്സ് ആയിരുന്നു. അവരുടെ സൂപ്പർവിഷനും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ കൺസ്ട്രക്ഷൻ പ്രോസസ്സ്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ A to Z മാനേജ്മെൻറ്റ് ചെയ്തേക്കുന്നത് ബിൽഡേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ് ബിജിചാനാണ് ചെയ്തേക്കുന്നത്. ഈ വീട്ടിലെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ, ഇതിൻ്റെ സോളാർ എല്ലാം ചെയ്തേക്കുന്നത് ഗാഡ്ജിൻ, എറണാകുളം ഗാഡ്ജിനാണ് ചെയ്തേക്കുന്നത്. ഈ വീടിൻ്റെ പെയിൻറ്റിങ്, പോളിഷിംഗ് വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടായ അലക്സ് പറകടവിൽ ട്രേഡേഴ്സ് ഇരുവിപ്പെരൂറാണ് ചെയ്തേക്കുന്നത്. ഈ വീട്ടിലുണ്ടാകുന്ന കംപ്ലീറ്റ് ഇപ്പം നിങ്ങൾ കാണുന്ന ട്രോപ്പിക്കൽ ഗാർഡൻ ഇൻക്ലൂഡിങ് ദ ഫ്രൂട്ട് ട്രീസ് ഇതെല്ലാം നമുക്ക് ചെയ്തു തന്നേക്കുന്നത് കൊയിലോൺ നഴ്സറിയിൽ നിന്നാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് നമ്മൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിന് കംപ്ലീറ്റ് അതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസിറ്റും എല്ലാം അറേഞ്ച് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ് മിസ്റ്റർ ഡേവിഡ്.
ഇൻറ്റീരിയേഴ്സ് ചെയ്ത് തന്നിരിക്കുന്നത് വാബി സാബിയിലെ ഷിയാസൊക്കെയാണ്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട് പണിയുമ്പോഴും അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇൻറ്റീരിയേഴ്സ് ആൻഡ് പെയിൻറ്റിങ്, ഈ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം കിട്ടുന്നത്. ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ഞങ്ങൾ ചിന്തിച്ചു. അതിനകത്ത് ഞങ്ങൾ ഷിയാസ്ക്കയെ കോൺടാക്ട് ചെയ്തു. ഷിയാസ്ക്കയുടെ ഫസ്റ്റ് ലൈൻ ഔട്ട്പുട്ട് കിട്ടി. അതായത് കുഞ്ഞാറ്റയുടെ റൂമായിരുന്നു ആദ്യം ഡിസൈൻ ചെയ്തത്. ആ റൂം കണ്ടപ്പം തന്നെ, അതിൻ്റെ ഡിസൈൻ കണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് ഈ ഒരു വർഷം കഴിഞ്ഞ് നിൽക്കുന്ന സമയം വരെ ഷിയാസുക്ക ഇവിടെ വരികയും ഇവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് നോക്കുകയും, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്തൊന്നും അറിഞ്ഞിട്ടില്ല. ബേസിക്കലി ഇതിൻ്റെ ഡിസൈൻ വേർഷൻ ഔട്ട്കം ഞങ്ങൾക്ക് അതുപോലെ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഹൗസ് വാമിംഗ് വരുന്നതിന് മുമ്പൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞപ്പം ഞങ്ങൾ തന്നെ സർപ്രൈസ്ഡ് ആയിരുന്നു. ലൈക്ക് വാട്ട് വി ഹാവ് സീൻ ഇൻ ദ 3D ഈസ് വാട്ട് വി ആർ സീയിങ് ഹിയർ. എല്ലാ കാര്യങ്ങളും ചെയ്തു. അതോടൊപ്പം ഷിയാസ്ക്കയോട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് അവിടെ നിന്ന് എപ്പോഴും ഇവിടെ വന്ന് ഫർണിച്ചർ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും അങ്ങനെയുള്ള സമയമില്ല. എപ്പോഴും ഈ ഒത്തിരി 1, 2, 3 ലിവിങ് റൂംസ് ഉണ്ട്. അവിടെ എല്ലാം ഇടാനുള്ള സോഫ സെറ്റ് വേണം. അപ്പം ഷിയാസ്ക്ക ആദ്യം വെച്ച റിലക്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഷിയാസ്ക്ക ഇത് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ, അത് നമുക്ക് കസ്റ്റമായിട്ട് നമ്മുടെ 3Dയിലുള്ള രീതിയിൽ തന്നെ അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അതുപോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുത്ത് ഞങ്ങളുടെ ആഗ്രഹം പോലുള്ള 3D ഡിസൈനിൽ കാണേണ്ട അതേ രീതിയിൽ തന്നെ ഷിയാസ്ക്ക ചെയ്ത്. ഓക്കെ, വീട്ടിലുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം, ആരെയും മക്കളിലേക്ക്. ഓക്കെ, എൻ്റെ വൈഫ് സന്ധ്യ മാത്യു. ബേസിക്കലി ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിലുള്ള മെയിൻ കാര്യങ്ങളെല്ലാം, ഈ ഡെക്കോർ ഐറ്റംസും ഇതെങ്ങനെ വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവളായിരുന്നു ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ബിക്കോസ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ, എല്ലാത്തിലും ഒരു യുണീക്നെസ് കാണാനും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുണ്ട്. അത് പുള്ളിക്കാരത്തെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇളയ ആൾ ഏഡൻ, എൻ്റെ മൂത്ത കൊച്ച്, ഞങ്ങൾ വീട്ടിൽ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്നത് ഏഡ്രിയൻ, എൻ്റെ അമ്മ, എൻ്റെ മദർ ഇൻ ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ഫാമിലിയിലെ സന്തോഷത്തോടുകൂടിയാണ് താമസിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വീടാണ്. താങ്ക് യു സോ മച്ച് സാർ, ഇങ്ങനെ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ അവസരം തന്നെ. അപ്പോൾ താങ്ക് യു. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് വാബി സാബി ഇൻറ്റീരിയേഴ്സ് പത്തനംതിട്ട ജില്ലയിൽ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ്. കിഡുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റാണിത്. ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളുടെ പ്ലാനുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാബി സാബിയെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. അവർ കൂടുതലായിട്ടും റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഒരു ഡിസൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ടീം അവരുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഡിസൈൻ വർക്ക് മുതൽ അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ ഹാൻഡ് ഓവർ, മെറ്റീരിയൽ പർച്ചേസിങ് തുടങ്ങിയിട്ടുള്ള സകലമാന പരിപാടികളിലും അവരുടെ അസിസ്റ്റൻസും സർവീസും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഓഫീസിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കാൻ സാധിക്കും. ഓഫീസ് അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.